ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള ആലോചന സർവകക്ഷി യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. മണ്ഡലകാലം അടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ അയ്യപ്പ ഭക്തർക്ക് ഏർപ്പെടുത്തേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായുള്ള സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയത്. ഇതിൽ പ്രധാനമായും വണ്ടിപ്പെരിയാർ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തും. ടൗണിൽ അധികമായി ചുറ്റിക്കറങ്ങുന്ന ഓട്ടോറിക്ഷകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി മാറ്റാനുള്ള നടപടിയും സ്വീകരിക്കും. വഴിയോര കച്ചവടം പൂർണ്ണമായും ടൗണിൽ നിന്നും ഒഴിവാക്കും. ഇതുകൂടാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഗ്രാമപഞ്ചായത്ത് തന്നെ പിടിച്ചുകെട്ടുകയും 3 ദിവസത്തിനുള്ളിൽ ഉടമസ്ഥൻ എത്തിയില്ല എങ്കിൽ ലേലം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതേസമയം 10,000 രൂപ വരെ പിഴ ഈടാക്കാനും തീരുമാനിച്ചു. വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ 62 മൈൽ ഭാഗം വരെയുള്ള അനധികൃതമായ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന കണ്ടം ചെയ്ത വാഹനങ്ങൾ എടുത്തുമാറ്റും. കൂടാതെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും ആംബുലൻസും സജ്ജമായിരിക്കും. സത്രം, പുല്ലുമേട്, ഉപ്പുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ സേവനമുണ്ടാകും. ഇതുകൂടാതെ പ്രധാനപ്പെട്ട വിഷയമായ വണ്ടിപ്പെരിയാർ ടൗണിലെ ഹോട്ടൽ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന കർശനമാക്കും. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടാനും നടപടിയുണ്ടാകും. വിലവിവര പട്ടിക കടകളുടെ മുന്നിൽ പതിക്കാനും നിർദ്ദേശം വന്നിട്ടുണ്ട്. പാർക്കിംഗ് സംവിധാനത്തിനായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വാഴൂർ സോമൻ സ്മാരക സ്റ്റേഡിയം ഒഴിവാക്കിക്കൊണ്ട് വിവിധ എസ്റ്റേറ്റുകളുടെ സഹകരണത്തോടുകൂടി ഏർപ്പെടുത്താനും തീരുമാനിച്ചു. ഇതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തർക്കായി വിശ്രമ കേന്ദ്രങ്ങൾ പഞ്ചായത്തിൽ 5 എണ്ണം നിർമ്മിക്കും. കുടിവെള്ളം, താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഏർപ്പെടുത്തും. വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്കുള്ള ടാക്സി നിരക്കും ഏകോപിപ്പിക്കും. കാൽനടയായി അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ കൃത്യമായി തെരുവ് ലൈറ്റുകളും സ്ഥാപിക്കും. ഇതോടൊപ്പം തന്നെ ദേശീയപാതയോരത്തെ കിണറുകൾ വൃത്തിയാക്കുകയും ചെയ്യും. വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തുന്ന ക്രമീകരണങ്ങളിൽ മുഴുവൻ വ്യാപാരികളും ഒപ്പം പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ യോഗത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ വരുന്ന സ്വാമിമാർക്ക് സുഗമമായിട്ടുള്ള തീർത്ഥാടനം നടത്തിപ്പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു വിവിധ എല്ലാവരുടെയും യോഗം കൂടിയത്. സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷം നമ്മളത് കാലേക്കൂട്ടി തന്നെ സ്വാമിമാർക്ക് വേണ്ടുന്ന അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് നിലയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിരിപ്പന്തൽ, അതുപോലെ തന്നെ ലൈറ്റ് ഇടുന്നതിൻ്റെ സംവിധാനം. പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ എടുത്ത ആളുകൾക്ക് ഇന്ന് തന്നെ നോട്ടീസ് കൊടുത്തുകൊണ്ട് തന്നെ അവർ വിരിപ്പന്തൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അടുത്ത ദിവസം തന്നെ ചെയ്യാം. ലൈറ്റ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് BT, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, അയ്യപ്പ സേവാ സമാജം, സേവാ സംഘം, വ്യാപാര വ്യവസായി ഏകോപന സമിതി, വ്യാപാര വ്യവസായി സമിതി, ഫോറസ്റ്റ് അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.